വെൽക്കം ടു ദ ക്വസ്റ്റൻ ആൻസർ സെഷൻ ഓഫ് ക്രിസ്ത്യൻ എലൈറ്റ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ആത്മാർത്ഥമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുന്നതായുള്ള സംശയങ്ങൾ അഥവാ ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷന്റെ പ്രധാന ഉദ്ദേശം. സുപ്രസിദ്ധ എബ്രായ ബൈബിൾ പണ്ഡിതനും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇങ്ങനെയുള്ള നമ്മുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി തരുവാൻ നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. കഴിഞ്ഞ സെഷൻ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. ചോദ്യം ഇപ്രകാരമായിരുന്നു: Why did God create us? I mean, the purpose of God's creation. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പ്ലീസ് കണ്ടിന്യൂ വിത്ത് ദി ആൻസർ സർ. താങ്ക് യു ഡോക്ടർ മാം. ഞാൻ ഓർക്കുന്നു, നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം. അതിലേക്ക് തന്നെ എന്നെ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു. നമ്മൾ പറഞ്ഞു നിർത്തിയ മറുപടിയുടെ ഭാഗം പറയുമ്പോൾ അത് ദൈവം മറുപടി പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ചോദ്യം, ദൈവം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന്റെ പ്രത്യേകത, ഹി സീസ് ദി എൻഡ് ഇൻ ദ ബിഗിനിങ്. ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്നു. എന്തിനാണ് സൃഷ്ടിക്കുന്നത് ആദ്യം തീരുമാനിക്കും, അതിനുശേഷമേ സൃഷ്ടിക്കുന്നുള്ളൂ. സൃഷ്ടിയുടെ പേർപ്പസ് ആദ്യം പറഞ്ഞു, തന്നെയാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പൊ നമുക്കതിനുവേണ്ടി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 25 മുതൽ 26 വാക്യത്തിലേക്ക് വരുമ്പോഴൊക്കെയാണ് നമുക്ക് ആ കാര്യം കുറെ കൂടെ ക്ലിയർ ആയി കിട്ടുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26 വാക്യം നമ്മൾ വരുമ്പം യോമർ എലോഖീം, ബാക്കിയെല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് യോമർ എലോഖീം, ദൈവം ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ന അസേഹ് അദാം ന അസേഹ് നൗ ലെറ്റ് us make. ഇപ്പോ നമുക്ക് മെനഞ്ഞുണ്ടാക്കാം. അങ്ങനെ നമ്മൾ പറയുന്നത് മെനഞ്ഞുണ്ടാക്കുന്നത് അസേഹ് എന്തിനെ? ആദാം, മനുഷ്യനെ. ഇനി പേർപ്പസ് പറയാമോ? ബസൽമനു കിഡ്മുട്ടനു. ബസൽമനു കിഡ്മുട്ടനു എന്ന് പറയുമ്പോൾ നമുക്ക് പരിഭാഷയിൽ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഇതാ നമുക്ക് കിട്ടുന്ന ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് എന്തുമാത്രം ഡിഫക്റ്റീവ് ആണെന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹൗ മച്ച് ഡിഫക്റ്റീവ് ഇറ്റ് ഈസ്. അപ്പോൾ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും അത് മനുഷ്യൻ മാനിഫെസ്റ്റ് ചെയ്യണം, പ്രകടമാക്കണം നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും. അപ്പോൾ ദൈവത്തെ കണ്ട എങ്ങനെയിരിക്കും ആ രൂപമായിരിക്കണം മനുഷ്യനെ കണ്ടാൽ. ദൈവത്തിൻ്റെ സാദൃശ്യം എങ്ങനെ ആയിരിക്കണം? ആ രൂപമായിരിക്കണം മനുഷ്യനെ കണ്ടാൽ. ഓക്കെ, എഗ്രീഡ്. ചോദ്യമാണ്, എല്ലാ മനുഷ്യനെയും കണ്ട് ഒരുപോലാണോ? കളറിൽ വ്യത്യാസമുണ്ടല്ലേ? ആണല്ലോ. തീർച്ചയായും. ഈ ഹൈറ്റിൽ വ്യത്യാസമുണ്ട്, സ്ട്രെങ്തിൽ വ്യത്യാസമുണ്ട്, സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. 2 കാലും കൈയൊക്കെ ഉണ്ടെന്നുള്ള ഒഴിച്ചാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വളവളാന്നിരിക്കുന്ന സായിപ്പിൻ്റെ സാദൃശ്യമായിരുന്നു ദൈവത്തിന്, അത് എന്നെപ്പോലിരിക്കുന്ന ആഫ്രിക്കക്കാരുടെ സാദൃശ്യമാണ് ദൈവത്തിൻ്റെ. ഇതിലേതാണ് ദൈവത്തിൻ്റെ സാദൃശ്യം? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ അല്ലേ? ഇനി വേദപുസ്തകത്തിൽ ചില ഭാഗത്ത് വായിക്കുമ്പം ദൈവം ചിറകുകളിൽ വഹിച്ചു. അപ്പോൾ ദൈവത്തിന് ചിറകുണ്ട്, അപ്പോൾ നമുക്ക് ചിറകില്ലല്ലോ. ദൈവത്തിന് ചിറകുണ്ട്, നമുക്ക് ചിറകില്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. സൽമനു കിഡ് മുട്ടനു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, മറിച്ച് എന്താണ്?
ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റമാണ്. ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റമാണ്. അപ്പം നമ്മൾ കുറേ താഴെ വന്നു കഴിയുമ്പോഴാണ് ഈ സൃഷ്ടിപ്പിൻ്റെ ഒരു അൾട്ടിമേറ്റ് പേർപ്പസ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യത്തിൻ്റെ ഒരു ഇൻറ്റേറിയം ഒരു പിന്നെ സ്റ്റാർട്ടിംഗ് പേർപ്പസ് ഉണ്ട്, ഒരു ഇൻറ്റേറിയം പേർപ്പസ് ഉണ്ട്, ഒരു അൾട്ടിമേറ്റ് പേർപ്പസ് ഉണ്ട്. അൾട്ടിമേറ്റ് പേർപ്പസ് എന്ന് പറയുന്നത് തൻ്റെ പുത്രൻ്റെ മണവാട്ടിയായി മാറുക എന്നുള്ളതാണ്. ഗോഡ് ഹാഡ് ഓൺലി വൺ ബിഗോട്ടൺ സൺ വിത്ത് ഹൂം ഞാൻ ഒത്തിരി ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കാർക്ക് ദേഷ്യം വരും. ദൈവത്തിന് ഒരു ഏകജാതനായ പുത്രനുണ്ട്. അപ്പോൾ ദൈവം ചിന്തിക്കുക, എനിക്ക് കോടാനുകോടി മക്കളുണ്ടെങ്കിലോ ഹൗ ഹാപ്പി ഇറ്റ് വുഡ് ബി. എന്തിന്? സോ ദാറ്റ് ഹി ക്യാൻ ഷെയർ ഹിസ് ലവ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ ദൈവത്തിന് കോടാനുകോടി മക്കളെ വേണം. ആരോട് ചേർക്കാൻ? തൻ്റെ പുത്രനോട് ചേർക്കാൻ. അപ്പോൾ തൻ്റെ പുത്രനോട് ചേർക്കണമെങ്കിൽ പുത്രൻ്റെ വാല്യൂ സിസ്റ്റം ഉള്ളവരായിരിക്കണം. ഇപ്പം മോമിന് 2 പെൺമക്കളുണ്ടെന്നിരിക്കട്ടെ. ഒരു കുരങ്ങൻ നല്ല മുടി കെട്ടിയൊക്കെ ഷേവ് ചെയ്ത് ഒരു ട്രൗസറൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി വരികയാണ്. ആള് കുരങ്ങനാണ്, പക്ഷെ കണ്ടാൽ നല്ല സ്മാർട്ടാണ്. ഇവൻ്റെ ഇവിടെ പെണ്ണെ കെട്ടിച്ചു വിടുമോ? ഒരിക്കലും ഇല്ല. പ്രോബ്ലം അവൻ വേറൊരു സിസ്റ്റമാണ്, വേറൊരു DNA ആണ്, അല്ലേ? നേരെ മറിച്ച് നമ്മുടെ മോളുടെ അതേ വാല്യൂ സിസ്റ്റം ഉള്ള ഹ്യൂമൻ ബീങ് ആണെങ്കിലോ, ഹ്യൂമൻ ബീങ് മാത്രമായാൽ പറ്റത്തില്ല, അവളുടെ സെയിം വാല്യൂ സിസ്റ്റം വേണം, അല്ലേ? അപ്പം ആ വാല്യൂ സിസ്റ്റത്തിലേക്ക് മനുഷ്യൻ വളർന്നു വരണം. സെൽമനു കിറ്റ് മുട്ടനു എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, പിന്നെ ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റമാണ്. അപ്പം യാഹ്വേ എന്ന് നമ്മൾ എഴുതുന്ന ആ വേർഡ് ഉണ്ടല്ലോ, ആ വേർഡിനൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്, ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ആ വേർഡിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. അതേ ന്യൂമറിക്കൽ വാല്യൂവിലാണ് ദൈവം മനുഷ്യനെ, ആദാമിനെ സൃഷ്ടിച്ചത്. അപ്പം ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ വാല്യൂസ് ഉദാഹരണം ഞാൻ പറയാൻ പോവാം. ദൈവം പാമ്പിനെ സൃഷ്ടിച്ചു, അല്ലേ? പാമ്പിനെ സൃഷ്ടിച്ചതാണ്. അപ്പം നമുക്കൊരു കാലത്ത് വിചാരിക്കുന്നത് എന്തെന്നറിയാമോ? ഇതിനെ കണ്ടവരെ തല്ലിക്കൊല്ലണം. ദൈവം പാമ്പിനെ സൃഷ്ടിച്ചുകൊണ്ടല്ലയോ എൻ്റെ കെട്ടിയവനെ അത് കൊത്തിക്കൊന്നത്, അല്ലേ? അപ്പോൾ പാമ്പിന് ഈ പ്രപഞ്ചത്തിൽ, ഇതിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഒരു റോളുണ്ട്. ഈ പ്രപഞ്ചം ഇങ്ങനെ പോകണമെങ്കിൽ പാമ്പിന് റോളുണ്ട്, പല്ലിക്ക് റോളുണ്ട്, പഴുതാരിക്ക് റോളുണ്ട്, മൂട്ടയ്ക്ക് റോളുണ്ട്, എല്ലാത്തിനും റോളുണ്ട്. അപ്പം ഒന്ന് അതിൻ്റെ റോളിനപ്പുറം പോകുമ്പോൾ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്യും. ഇനി അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. അപ്പോൾ ലോകത്തിൽ ഓരോ സൃഷ്ടിയെ കണ്ടിട്ട് അതിനെ എന്തിനാണ് സൃഷ്ടിച്ചത്, ഈ സൃഷ്ടിയുടെ ആവശ്യം എന്താണ്, അതില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും, അത് എക്സസ് ആയാൽ ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും. പാമ്പെന്ന ജീവിയെ ഈ ഭൂമിയിലില്ല, വിഷജീവിയെ ഇല്ല, അപ്പോൾ ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും? ഇനിയും ഈ ഭൂമി മുഴുവൻ അതുകൊണ്ട് നിറയുകയാണ്, അപ്പോഴത്തെ അവസ്ഥയോ അതിനൊക്കെ കഷ്ടം, അല്ലേ? അപ്പോൾ ആ ഒരു ജീവിയുടെ വാല്യൂ സിസ്റ്റം ഈ എക്കോസിസ്റ്റത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം. ഇതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിലുള്ള ഒന്നാമത്തെ പർപ്പസ്, അല്ലേ? ഇപ്പം പുലിക്ക് കാണുന്നതിനെല്ലാം കൊല്ലാനേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല, വേറൊന്നും മനസ്സിലാകത്തില്ല. പശുവിനെ അഴിച്ചു വിട്ടാൽ നമ്മുടെ കൃഷിയെല്ലാം കയറി തിന്നും. എടാ, ഇത് കൃഷിയാണ്, മനുഷ്യന്റെ കപ്പയും ചേനയും വാഴയാണ്, ഇത് ഞാൻ കയറി തിന്നു കളഞ്ഞാൽ അവന് വാഴക്കൊല കിട്ടത്തില്ല. ഇത് പശുവിനറിയാമോ? പശുവിനറിയത്തില്ല. ലോകത്തിൽ ഒരു ജീവിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ എക്കോസിസ്റ്റം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ എക്കോസിസ്റ്റത്തിൽ ഓരോ ജീവിക്കും ഒരു വാല്യൂ ഉണ്ട്. ഇത് മനസ്സിലാക്കി ഈ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമോ അതുപോലെ
ഓക്കെ. ദിസ് ഈസ് പേർപ്പസ് നമ്പർ 1. അപ്പോൾ എന്തിനാ മനുഷ്യൻ സൃഷ്ടിച്ചത്? ഈ ഈ ഭൂമിയുടെ എക്കോസിസ്റ്റത്തിലുള്ള ഓരോ ക്രിയേഷനും, ഓരോ ജീവിക്കും, ചെറുതും വലുതും ഓരോന്നിനും ഒരു പ്രാധാന്യം, ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ മനസ്സിലാക്കി അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം, അല്ലെ അതിനെ കൺട്രോൾ ചെയ്യണം. ദിസ് ഈസ് ദ ഫസ്റ്റ് റീസൺ വൈ ഗോഡ് ക്രിയേറ്റഡ് മാൻ. ഇത് നമ്മൾ വിശുദ്ധ എബ്രായ ഭാഷയിൽ ബൈബിള് പഠിക്കുന്നത് വരെ നമുക്ക് ഒരു കാലത്ത് മനസ്സിലാകത്തില്ല. അപ്പം ദ ഫസ്റ്റ് തിങ് ഈസ് സൽമനു കിഡ് മുട്ടനു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റം ഈ ഭൂമിയിൽ എക്സ്പ്രസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഇതാണ് മനുഷ്യൻ്റെ പറ്റിയുള്ള സൃഷ്ടിപ്പിലുള്ള ഒന്നാമത്തെ പർപ്പസ്. ഇനി ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചൊക്കെ കഴിഞ്ഞാൽ ഓക്കെ, വൈബ്രായലോകീം യത്ഹ അദ്ദാം, ദൈവം അതുപോലെ വൈക്രാലോകീം എന്ന് പറഞ്ഞാൽ താൻ എങ്ങനെ സൃഷ്ടിക്കണമെന്ന് ഉദ്ദേശിച്ചോ അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ? ബസൽമനു കിഡ്മുറ്റനു, ഈ പറഞ്ഞ സെൽമനുവും മുട്ടനുവും അതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ? ആണും പെണ്ണുമായി സൃഷ്ടിച്ച ദൈവം അവരെ അനുഗ്രഹിച്ചിട്ട് ദൈവം അവരോട് പറയുന്ന കാര്യമുണ്ട്. എന്താ അവരുടെ കാര്യം അറിയാമോ? അവരോട് പറയാ ദൈവത്തിൻ്റെ പർപ്പസ്. അപ്പം വയോമർ ലഖം, വയോമർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലഖം അവരോട് ദൈവം പറഞ്ഞു. എലോക്കി എന്താ പറഞ്ഞത്? ഒന്ന് പെറു, പെറു, പെറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകണം. ഈ ഫ്രൂട്ട്ഫുൾ ആകണമെന്ന് പറയുമ്പം ചിലർ അതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളെ നിങ്ങൾ ജനിപ്പിക്കണമെന്നാണ്. ഓക്കെ, ഞാൻ അതങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. പക്ഷെ ഫ്രൂട്ട്ഫുൾ ആകുമെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി എന്താണ് ഉദ്ദേശം, ആ ഉദ്ദേശം നിങ്ങളിൽ കൂടെ നിറവേറണമെന്നാണ്. ഫോർ എക്സാമ്പിൾ, മാം കുഞ്ഞിനെ യൂണിവേഴ്സിറ്റി വിടുന്നു, 5 കൊല്ലം പഠിക്കുന്നു, ഫസ്റ്റ് റാങ്ക് സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നു. മാം എന്താ ചിന്തിക്കുന്നത്? യെസ്, ഫ്രൂട്ട്ഫുള്ളായി, ഫ്രൂട്ട്ഫുള്ളായി അല്ലേ? അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന പെറു എന്ന് പറയുന്നത് എൻ്റെ ഒറിജിനൽ പർപ്പസ് എന്തായിരുന്നു, ആ പർപ്പസ് നിങ്ങൾ നിറവേറ്റണമെന്നാണ്. അതിൽ നമ്മൾ എന്തോ മനസ്സിലാക്കി വെച്ചെന്താ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാകണമെന്നാണ് അവിടെ പ്രതീക്ഷിച്ചത്. യെസ്, സന്താനപുഷ്ടിയുള്ളവരാകണമെന്ന് ദൈവം ഉദ്ദേശിച്ചുകൊണ്ട് അത് നമുക്ക് അതിൻ്റെ അടുത്ത വാക്യം വരുന്നത് പെറു ഉറബു. ഉറബു, ഉറബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാടാകണമെന്ന, ഒരുപാട്. അതാ സന്താനപുഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞ ഉറബു. തീർച്ചയായിട്ടും നിങ്ങൾ ധാരാളം പേരായിട്ട് വർദ്ധിക്കണം. ഇനിയും അതുകൊണ്ട് തീർന്നില്ല, അടുത്ത പർപ്പസ് പറയുന്നത് ഉമ്മിലു. ഉമ്മിലു, അവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. പ്രോബ്ലം ഉണ്ടെന്നറിയാമോ? ഉമ്മലു എന്ന് പറയുമ്പം നമ്മൾ വാഴുക, ഡോമിനിയൻ ഉണ്ടാവുക എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് സാരമായൊരു പിഴവുണ്ടായി. നമുക്ക് ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് സംഗ്രഹിച്ചിട്ട് ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഉമ്മലു എന്ന വേർഡിലേക്ക് വന്ന് നമുക്ക് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. ഒന്ന്, ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും ലോകത്ത് പ്രകടമാക്കണം. ഒരു രൂപവും സാദൃശ്യം എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ ഇമേജ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ ലോകത്തെ മെയിൻറ്റെയിൻ ചെയ്യണം, മറ്റുള്ളവർ കാണിച്ചു കൊടുക്കണം. രണ്ടാമത്തെ കാരണം എന്നറിയാമോ? നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകണം, ദൈവം ഉദ്ദേശിച്ച ആ പർപ്പസ് നിലവിളണം. മൂന്നാമത്തെ കാര്യം ഉറബു എന്ന് പറയുമ്പം മൾട്ടിപ്പിൾ ചെയ്യണം. ഈ ഭൂമി മുഴുവൻ മനുഷ്യനെ കൊണ്ട് നിറയണം, മനുഷ്യനെ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറയണം. ചില ആൾ വിചാരിക്കുന്നത്
ഒത്തിരി മനുഷ്യരുണ്ടായിക്കഴിഞ്ഞാൽ ഭൂമി അങ്ങനെ നിലനിൽക്കും. ഈ ഭൂമി മുഴുവൻ മനുഷ്യനെ കൊണ്ട് നിറഞ്ഞാലും ഈ ഭൂമിക്ക് ഒരു കുഴപ്പം വരത്തില്ല. മനുഷ്യനില്ലാത്തത് കൊണ്ടോ എന്തോ പ്രശ്നങ്ങൾ. ഞാൻ താമസിക്കുന്ന ഇംഗ്ലണ്ടിൽ മനുഷ്യരില്ല. അവിടെ നിന്നുള്ള ആൾക്കാർ വിളിച്ചു വരുത്തും. അതുങ്ങളെന്താ കാണിച്ചു വെക്കുന്നത്? ഇതാകപ്പാടെ നാശകോടാലിയാകുകയാണ്. അപ്പോൾ മൂന്നാമത്തെ പർപ്പസ് ഞാൻ പറഞ്ഞു. നാലാമത്തെ പർപ്പസ് ഉമ്മെല്ലു. മെല്ലു എന്ന് പറഞ്ഞാൽ ഒന്ന് വാഴുക എന്നതിൻ്റെ അർത്ഥം. മനുഷ്യനെ ഭൂമി വാഴേണ്ടത് സകലത്തിന് വരും. പക്ഷെ അതല്ല അതിൻ്റെ ഫുൾ മീനിങ്. മെല്ലൈ എന്ന വേർഡിൽ നിന്നാണ് മെല്ലു ഉണ്ടായത്. മെല്ലൈ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, ഫിനിഷ്ഡ്, പെർഫെക്റ്റ് എന്നാണ്. പെർഫെക്ഷൻ എന്ന വേർഡ് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമേ. ദൈവം ഒരു വളരെ റോയായ ഒരു എർത്തിനെ സൃഷ്ടിക്കുക. ദൈവം ഒരു വീട് പണിത് കൊടുത്ത മനുഷ്യന് ഇല്ല. വീട് ആര് പണിതു? മനുഷ്യൻ. ഒരു റോഡ് വെട്ടിക്കൊടുത്ത ദൈവം ഇല്ല. റോഡ് ആര് പണിതു? മനുഷ്യൻ. ഈ ആറ്റിനക്കരയ്ക്ക് കിടക്കാൻ പാലം പണിത് കൊടുത്തോ? ഇല്ല. വള്ളം ഉണ്ടാക്കി കൊടുത്തോ? ഇല്ല. ഇന്നീ കാണുന്ന മുഴുവൻ ആരാ ചെയ്തതാ? മനുഷ്യൻ. മോയായ എർത്തിനെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എയർക്രാഫ്റ്റ് വേണം, നമുക്ക് ബിൽഡിങ്സ് വേണം, എസ്റ്റാബ്ലിഷ്മെന്റ്സ് വേണം, യൂണിവേഴ്സിറ്റീസ് വേണം, ഹോസ്പിറ്റൽസ് വേണം, സ്കൂൾസ് വേണം, ചർച്ച് ബിൽഡിങ്സ് വേണം, റിക്രിയേഷൻ ക്ലബ്സ് വേണം, പാർക്ക് വേണം, റെസ്റ്റോറൻറ്റ്സ് വേണം, ഹോട്ടൽസ് വേണം. അല്ലേ? ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചോ? ഇല്ല. ഇത് മുഴുവൻ ഉള്ള ഒരു ഭൂമിയാണ് എർത്ത് പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് നീ ഈ ഭൂമിയെ കൊണ്ടുവരണം. ഏതെങ്കിലും കുരങ്ങൻ ഇന്ന് വരെ എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? നമ്മൾ കുരങ്ങിനെ എന്തെല്ലാം ചെയ്താലും കുരങ്ങൻ ഇന്ന് വരെ എന്തെങ്കിലും ഒന്ന് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. മാനുഫാക്ചർ ചെയ്യാൻ, ദൈവത്തിൻ്റെ ഭൂമിയെ പുതുക്കുവാൻ, ദൈവത്തിൻ്റെ ഭൂമിയെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ ഉള്ള റെസ്പോൺസിബിലിറ്റി ദൈവം ആർക്കാ കൊടുത്തത്? മനുഷ്യൻ. പലപ്പോഴും നമ്മൾ ഈ അതിഭക്തി എന്ന് പറയുന്ന സാധനം കയറും. അതിഭക്തി, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, യുഗത്തിലെ മായാസുഖം വിട്ടാ മതി. ദൈവം നിന്നെ എന്തിനായി ഭൂമിയിലാക്കിയിരിക്കുന്നത്? നീ ഒരു നല്ല ഡോക്ടറാകണം, നല്ല എഞ്ചിനീയർ ആകണം, നല്ല ആർക്കിടെക്റ്റ് ആകണം, നല്ല അധ്യാപകനാകണം, നല്ല ഉപദേശിയാകണം, നല്ല മന്ത്രിയാകണം, നല്ല ജോലിക്കാരനാകണം, നല്ല IAS കാരണം. അങ്ങനെ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഭൂമിയെ നീ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം യുവർ സ്പിരിച്വൽ ലൈഫ് ഓൾസോ യു ഹാവ് ബിൽഡപ്പ്. ചിലരെ ആയിരിക്കുന്നത് ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യം എന്താണ്? വേദപുസ്തകമോ? ചിലർ പറയും, സാറേ ഞാൻ ബൈബിൾ അല്ലാതെ ഒരു സാധനം ഞാൻ വായിക്കത്തില്ല. ഇനി നമുക്ക് കേട്ടോണേ, മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്നതിനുള്ള ഒരു കാര്യവും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എങ്ങനെ ഒരു മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലേ. വാച്ച് സമയം ഫിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലേ. ഒരു വണ്ടി ഓടിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടോ? സൈക്കിൾ ഓടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു പേന കൊണ്ട് എഴുതുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും ഒരാൾക്ക് വേണ്ട, ബൈബിള് മാത്രം മതി. ഞാൻ ഭക്തനാണ്. ഇങ്ങനെ ഒരു സമൂഹം ഒരിടത്തുണ്ടായിരുന്നിരിക്കട്ടെ, ആ സമൂഹത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിക്കാമോ? അവിടെ ആർക്കും എഴുത്തറിയത്തില്ല, വായന അറിയത്തില്ല, കുക്കിംഗ് അറിയത്തില്ല, ഡ്രസ്സിങ് അറിയത്തില്ല, ഡ്രൈവിംഗ് അറിയത്തില്ല, ക്ലീനിങ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പം മനുഷ്യനോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, നീ ഭൂമിയെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം. പക്ഷെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം എന്ത് വേണം? വിസ്ഡം വേണം. അത് നീ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം.
അപ്പൊ നമ്മൾ നിസ്സാരമായ ഒരു ചോദ്യമാണ് എന്ന് തോന്നും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യനെ എന്തിനാ ഇത്രയും പേർപ്പസ് ആണ് മനുഷ്യനെ പറ്റി ഉള്ളതെന്ന് അറിയാമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ലൈഫ് തന്നെ വൃത്തിയാകും. രണ്ട് പിള്ളേരാണ് പള്ളിക്കൂടത്ത് പോയി മര്യാദയ്ക്ക് പഠിക്കും, നല്ല ഡിഗ്രി എടുക്കും, തക്ക സമയത്ത് കല്യാണം കഴിക്കും, നല്ല ഫാമിലി ബിൽഡപ്പ് ചെയ്യും, സമൂഹം ബിൽഡപ്പ് ചെയ്യും. ഇതെല്ലാം ദൈവത്തിന്റെ ക്രിയേറ്റീവ് പർപ്പസിലുള്ളതാണ്. ജൽദി ആയിരിക്കുന്നത് നമ്മളെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. ആരാധനയല്ല, ഒന്നും നമുക്ക് ഇതിന്റെ ആവശ്യം ഇല്ല. അത് ഈ സൂപ്പർ സ്പിരിച്വാലിറ്റിയുടെ ഒരു ദോഷമാണ്. ഞാൻ ഒത്തിരിയും ലെങ്തിയായ ഒരു മറുപടിയാണ് പറഞ്ഞത്, എനിക്കറിയാം. That must be boring to the audience. I don't know. No, not at all, sir. Okay, so that answer was amazing, sir. Very convincing. Yeah. എനിക്കറിയാം, ആ എക്സ്റ്റെൻഡിൽ ഒരു ആൻസർ നമ്മൾ സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ ഒരാൾ കിട്ടത്തില്ല. There's no doubt about it. അതുകൊണ്ട് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. സാധാരണ ദൈവത്തെ ആരാധിക്കുവാനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നതാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഉത്തരം. ബട്ട് ഇതൊരു വൈഡർ പെർസ്പെക്റ്റീവിലുള്ള ഒരു ആൻസർ ആയിരുന്നു. ആ ദൈവത്തിനെ ആരാധിക്കാൻ അൺനംബേർഡ് ഏഞ്ചൽസ് സ്വർഗത്തിലുണ്ട്. അവരെന്ത് കൊടുത്തോണ്ടിരിക്കുക? 24/7 ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. 24/7 ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തെ ആരാധിക്കാൻ വേറൊരു കൂട്ടരുണ്ട്, അവർ വീണ്ടും നമസ്കരിക്കുന്നുണ്ട്. ആ കുറവില്ല. ഇത് രണ്ടും നമ്മൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. ആരാധിക്കരുതെന്നും ഞാൻ പറഞ്ഞില്ല, സ്തുതിക്കരുതെന്നും പറഞ്ഞില്ല. പക്ഷെ ഇനീഷ്യൽ പേർപ്പസ്, അടുത്ത ഇന്റേറിയം പേർപ്പസ്, അൾട്ടിമേറ്റ് പേർപ്പസ്. ഇനീഷ്യൽ പേർപ്പസ് ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളാണെങ്കിൽ ആ പേർപ്പസ് നിലനിർത്തുമ്പോൾ തന്നെ ഇന്റീരിയം പേർപ്പസിലേക്ക് വന്നു. ഇന്റീരിയം പേർപ്പസ് ആരാധനയും സ്തുതിയുമാണ്. ഇതും രണ്ടും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അൾട്ടിമേറ്റ് പർപ്പസിലേക്ക് പോയി. അത് സ്വർഗത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് കർത്താവിൻ്റെ മണവാട്ടിയെ അവിടെ ചെല്ലുന്ന അൾട്ടിമേറ്റ് പർപ്പസ്. യെസ്, താങ്ക് യു സർ. അടുത്തതും പ്രേക്ഷകരിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നുവാൻ ദൈവം മനുഷ്യനെ എന്തുകൊണ്ടാണ് അനുവദിച്ചത്? ഓക്കെ, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ ദൈവം എന്തിനാണ് മനുഷ്യനെ അനുവദിച്ചത്? ആ ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരവുണ്ട്. എന്നറിയാമോ? ദൈവം അനുവദിച്ചില്ല. ദൈവം തിന്നോളം പറഞ്ഞോ? ഇല്ലല്ലോ, തിന്നോളം പറഞ്ഞില്ല. തിന്നോളം പറഞ്ഞെങ്കിൽ അനുവദിച്ചെന്നാണ്. തിന്നോളാൻ പറഞ്ഞില്ല, അപ്പോൾ അനുവദിച്ചില്ല. പിന്നെ സംഭവിക്കാവുന്നത് പറഞ്ഞു അതിനുള്ള സാഹചര്യം എന്തുകൊണ്ട് ദൈവം കൊടുത്തു എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, അതിനുള്ള സാഹചര്യം എന്തുകൊണ്ട് ദൈവം കൊടുത്തു എന്നുള്ളതാണെങ്കിൽ അത് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ പോലെ സ്പേസ് എടുത്ത് മറുപടി പറയാതെ നമുക്ക് പെട്ടെന്നൊന്ന് മറുപടി പറഞ്ഞു തീർക്കാം. ഇത്രയേ ഉള്ളേ. ദൈവം ഒരു റോബോട്ടിനെ അല്ല സൃഷ്ടിച്ചത്. God didn't create a robot. ദൈവത്തിന് റോബോട്ടിനെ വേണ്ട. സ്വന്തം ഇച്ഛ അനുസരിച്ച് നന്മ തിരഞ്ഞെടുക്കുന്ന ആളിനെ ദൈവത്തിന് വേണ്ടത്. ഇപ്പൊ ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയത്തില്ല. എന്താ കഴിയാത്തത്? അയാൾക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. തെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടും തെറ്റ് ചെയ്യാതെ ശരി ചെയ്യാം. അപ്പം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ആ തോട്ടത്തിൽ നട്ടിട്ട് നീ ഇതിൽ നിന്ന് തിന്നരുതെന്ന് പറഞ്ഞു അല്ലേ? ഇനി ഓപ്ഷൻ കൊടുത്തു. എന്താ? നിനക്ക് വേണം തിന്നാം, അനുഭവിക്കും. തിന്നാതിരിക്കാം, അതും അനുഭവിക്കും. ഒന്ന് നന്മയും മറ്റേ തിന്മയുമാണ്. ഒബീഡിയൻസ് ആൻഡ് ഡിസൊബീഡിയൻസ്. ഒബീഡിയൻസ് വേണോ ഡിസൊബീഡിയൻസ് വേണോ എന്നുള്ള ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ചോയ്സ് കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ശ്രദ്ധിച്ചോണേ, ഇതാർക്കേ ഉള്ളൂ? ചോയ്സ് ദൈവത്തിനേ ഉള്ളൂ. ഇപ്പം നമ്മൾ കാട്ടിലെ സിംഹക്കുട്ടികളെല്ലാം കൂടി വിളിച്ചൊരു ക്ലാസ് എടുത്തു. നിങ്ങൾ കാരണം ഇവിടെ മാനിന്
ആടിന് ഒന്നും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. ഈ കാട്ടിൽ സമാധാനം ഉണ്ടാണെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തണം. നിങ്ങളെ സമ്മതിച്ചു. ഇനി സിംഹത്തിൻ്റെ സ്ഥിതി എന്താകും? ഒരു 2-2 ആഴ്ചക്കുള്ളിൽ ഇതുങ്ങളെല്ലാം ചത്തുപോകും. ചത്തുപോകും. അപ്പൊ അവർക്ക് കൊല്ലാതിരിക്കണം എന്ന് ചിന്തിച്ചാലും ആ ചോയ്സിനുള്ള ഫ്രീഡം ഇല്ല. ഉം. ഉണ്ടോ? ഇല്ല. ഇല്ല, ഫ്രീഡം ഇല്ല. ഓരോ ജീവിക്കും അങ്ങനെ. അവൻ്റെ ചോയ്സ് അവനില്ല. അവനെ അങ്ങനെ ആക്കിയിരിക്കുക. നോ ചോയ്സ്. നോ ചോയ്സ്. അപ്പോൾ വിശന്നിരിക്കുന്ന ഒരു കടുവാട് മുമ്പ് ഞാൻ ചെന്ന് പെട്ടാൽ എന്നെ കൊല്ലണമെന്ന് അവൻ ആഗ്രഹം ഇല്ലായിരിക്കും. പക്ഷെങ്കിൽ അവന് വേറെ ചോയ്സ് ഇല്ല. ഞാൻ പറയാം, ഞാൻ നല്ല ഇഡലിയും കടലക്കറി കൊണ്ടുതരാം ഡെയിലി, നീ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഫ്രീഡം ഓഫ് ചോയ്സ് ഇല്ല. ദൈവത്തിന് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. താൻ ഇച്ഛിക്കുന്നത് പോലെ അതത് വരം പഴുത്തു കൊടുക്കുന്നു. ഇതേ ഫ്രീഡം ഓഫ് ചോയ്സ് മനുഷ്യനുമുണ്ട്. ഓർക്കുന്നുണ്ടോ? സൽമനു, കിഡ്, മുട്ടനു. അത് ദൈവത്തിൻ്റെ വാല്യൂ സിസ്റ്റമാണ് ചോയ്സ് എന്ന് പറയുന്നത്. ഇത് ദൈവം നമുക്ക് തന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ പോലെ ജീവിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഫ്രീഡം ഓഫ് ചോയ്സ് തന്നത്. ഇല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ചോയ്സ് തരത്തില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു സർ. ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ സമയം? പ്ലീസ് ചോദിച്ചു നോക്കാം. നമുക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയാമല്ലോ. ഓക്കെ, ഇതും പ്രേക്ഷകരിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. വൈ വാസ് ദ ഡെവിൾ അലൗഡ് ടു ഗോ നിയർ ഏഡൻ? പിശാച് അല്ലെങ്കിൽ പാമ്പിന് ഏദേനില് പ്രവേശിക്കുവാനുള്ള ഒരു അവസരം ദൈവം എന്തുകൊണ്ട് കൊടുത്തു? നമ്മുടെ ഇപ്പൊ ഈ ചോദ്യത്തിന് തന്നെയാണ് അതിന്റെ ആൻസർ. മോം യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച ഒരാളാണ്. നിങ്ങൾക്കൊരു സിലബസ് കമ്മിറ്റി ഉണ്ട് അല്ലേ? അവർ സിലബസ് തീരുമാനിക്കും. ഈ സിലബസ് എക്സാം ബോർഡിന് കൊടുക്കും. എക്സാം ബോർഡ് ഉണ്ടല്ലോ, പരീക്ഷാ ബോർഡ് ഉണ്ടല്ലോ. അവരിതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യും. അവർ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് എക്സാമിനേഷൻ നടത്തുന്നില്ല. അവരേ ഇല്ല. നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് പാസ്സാകുമോ? പാസ്സാകത്തില്ലല്ലേ? ഒരു സ്റ്റുഡൻറ്റും പാസ്സാകത്തില്ല. അപ്പം പാമ്പ് അല്ലെങ്കിൽ സാത്താൻ, ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ പരീക്ഷകനാണ്. ആ പരീക്ഷകന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്? ഓരോ ഘട്ടത്തിലും നിന്നെ പരീക്ഷിക്കുക എന്നുള്ളത്. ആ പരീക്ഷ നീ പാസ്സാകുന്നില്ലെങ്കിൽ നീ കൊള്ളാവുന്നവനായിട്ട് തെളിയപ്പെടുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, പരീക്ഷ പാസ്സാകുന്നവൻ ജയിക്കുന്നവൻ, 7 പ്രാവശ്യം പറഞ്ഞു, 7 സഭയ്ക്കും പറഞ്ഞു, ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിരിക്കും, ജയിക്കുന്നവൻ കിരീടം കൊടുക്കും, ജയിക്കുന്നവൻ എന്നോടുകൂടെ വാഴും. ജയിക്കണമെങ്കിൽ എന്തോ വേണം? പരീക്ഷ വേണം. പരീക്ഷ ഉണ്ടാകണം ആര് വേണം? പരീക്ഷകൻ വേണം. പരീക്ഷകനെ തടഞ്ഞു നിർത്തിയാൽ whole system is a failure. അല്ലേ? That is a simple answer for that. Okay, thank you very much, sir. One more question. Yes. Where did evil thoughts come from? ദുശ്ചിന്ത മനുഷ്യ ഹൃദയത്തിൽ എവിടെ നിന്നാണ് വരുന്നത്? Okay. ദുശ്ചിന്ത മനുഷ്യ ഹൃദയത്തിൽ എവിടെ നിന്നാണ് വരുന്നത്? ദുശ്ചിന്ത മനുഷ്യ ഹൃദയത്തിൽ എവിടെ നിന്നാണ് വരുന്നതുള്ളത് അതിൻ്റെ ആൻസർ നമ്മൾ ഒരുപാട് പുറകെ പോകണം. ഒരുപാട് പുറകെ പോലെ എവിടെ വരെ പോകണം? ഈ ക്രിയേഷൻ, എലമെന്റ്സ് ഓഫ് ക്രിയേഷൻ എന്നൊരു സംഗതിയുണ്ട്. എലമെന്റ്സ് ഓഫ് ക്രിയേഷൻ. ഈ എലമെന്റ്സ് ഓഫ് ക്രിയേഷനെ പറ്റി നമുക്ക് ബൈബിളിൽ ഒന്നും പറയുന്നില്ല. പക്ഷെ കാണാൻ കഴിയും, ഒന്നും പറയുന്നില്ല. പറയാത്തതിൻ്റെ കാരണം നമ്മളത് അറിയണമെന്ന് നിർബന്ധമില്ല. അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആർക്ക്? അത് അറിയാനുള്ള മച്യൂരിറ്റി ഉള്ളവർക്ക്. ആ മച്യൂരിറ്റി വരാത്തവരത് അറിയേണ്ടതെന്നുള്ളതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്തത്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഈ തോറ എന്ന് പറയുന്ന രണ്ട് ബുക്കാണ്. ഉൽപ്പത്തി പുറപ്പാട്, വെളിവാസംഖ്യ, ആവർത്തനം എഴുതപ്പെട്ട തോറയാണ്.
ഓക്കെ. അപ്പോൾ തന്നെ ഓറൽ തോറായുണ്ട്, എഴുതിയിട്ടില്ല, പിന്നീട് എഴുതപ്പെട്ടത്. അതിന്റെ തൽമൂദുകൾ എന്ന് പറയും. അപ്പൊ യഹൂദന്മാരുടെ ദൈവം മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുക. നീ നിന്റെ മകനോട് പറയണം, അവന്റെ മകനോട് പറഞ്ഞു എല്ലാ ശനിയാഴ്ച ഇവർ വീട്ടിലിരുന്നിട്ട് അപ്പൻ മക്കളോട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന്. എല്ലാ ശനിയാഴ്ചയും അവിടെ ചെല്ലുമ്പം ഈ റാബായിമാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഫുൾ തോറായുടെ 20% എഴുതിയിട്ടുള്ളൂ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനത്തിൽ മുഴുവൻ തോറ ന്യായപ്രമാണത്തിന്റെ 20% എഴുതിയിട്ടുള്ളൂ. ന്യായപ്രമാണത്തിന്റെ 80% ഓറൽ തോറയാണ് കിടക്കുന്നത്. മാവി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി, നമ്മൾ ഓറൽ തോറ വരെ പോകണം. ഓറൽ തോറ വരെ പോയി അവിടെ നമ്മൾ പർപ്പസ് ഓഫ് ക്രിയേഷൻ എന്ന വിഷയം എടുക്കണം. പർപ്പസ് അല്ല, എലമെന്റ്സ് ഓഫ് ക്രിയേഷൻ എന്ന വിഷയം എടുക്കണം. എലമെന്റ്സ് ഓഫ് ക്രിയേഷൻ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിന്റെ മറുപടി കിട്ടത്തുള്ളൂ. നമ്മൾ മുമ്പേ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചോദ്യം മറുപടി പറയാതെ വിട്ടിട്ടാണ് ഇപ്പൊ അതിന് മറുപടി പറഞ്ഞത്. എനിക്ക് അതുപോലെ ഇതും അതേ കാറ്റഗറി. എന്തുകൊണ്ട്? എനിക്ക് സർഫസ് ലെവലിൽ ഒരു മറുപടി ഇതിനില്ല. ഇല്ല. ഈ എവിടുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഈവിൾ തോട്ട്സ് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് ഒരു സിംഗിൾ ആൻസർ. മറിച്ച് എവിടെ പോകണം? മനുഷ്യൻ എന്ന സൃഷ്ടിപ്പിന്റെ ആ ക്രിയേഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ്, ആ എലമെന്റ്സിനെ പറ്റി പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് എലമെന്റ്സ് ഞാൻ പറഞ്ഞു കഴിയുമ്പോണ്ടല്ലോ, ഇനി എങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഈവിൾ തോട്ട്സ് വരുന്നത് എന്ന ആൻസർ പിന്നെ ഞാൻ പറയണ്ട. പലപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടോ? നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ ക്വസ്റ്റ്യന്റെ പിന്നിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് പഠിച്ച ആളുടെ ക്വസ്റ്റ്യൻ ഇല്ല. സബ്ജക്റ്റ് പഠിക്കാത്ത ആളുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ എത്ര മറുപടി പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞു, 8ാം ക്ലാസ് തോറ്റു കൊടുക്കുന്നവർ തന്നെ നിങ്ങളുടെ MSc ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് വന്നാൽ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കോണ്ടെസ്റ്റ് മുഴുവൻ പഠിക്കുമ്പോഴേ ആൻസർ ഉള്ളൂ. പലപ്പോഴും നമുക്ക് ഈ കോണ്ടെസ്റ്റ് ഹോൾ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാനുള്ള അവസരങ്ങളുമില്ല, അല്ലെങ്കിൽ ഹോൾ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചില്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരമില്ല, നമുക്കറിയത്തുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾ ബാക്ക്ഗ്രൗണ്ട് അവോയ്ഡ് ചെയ്യുന്നു. ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ ഒരുത്തൻ അങ്ങനെയും ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെ ഒരുത്തൻ ഇങ്ങനെയും പറയും. നമുക്ക് അങ്ങനെ ഇങ്ങനെ പറയാതെ നമുക്ക് ക്രിയേഷൻ എലമെന്റ്സ് എന്ന വിഷയം എടുക്കാം. വർഷം മുമ്പ് ഞാൻ ഹല്ലേലൂയ ഗുഡ് ന്യൂസിൽ ബൈബിൾ റൂട്ട് സ്റ്റഡി എന്നൊരു പ്രോഗ്രാം നടത്തിയായിരുന്നു. ഈ പ്രോഗ്രാം നടത്തിയപ്പോൾ അതിനകത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകണ്ട, എൻ്റെ ആ വീഡിയോ ഇരിപ്പില്ല. ബട്ട് ഐ നോ വാട്ട് ഇറ്റ് ഈസ്. ശ്രദ്ധിച്ചോണേ, അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പം ഈ ചോദ്യം ആവർത്തിക്കണം. എവിടെ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഈവിൾ തോട്ട്സ് വരുന്നത്? നമ്മൾ അത് മുഴുവൻ ഈ പറഞ്ഞ പോലെ ഡിസെക്റ്റ് ചെയ്ത് സോർട്ട് ഓഫ് ഡയഗ്നോസിസ് നടത്തിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം എനിക്ക് തോന്നുന്നില്ല സാധാരണക്കാരെ ആളുകൾക്ക് അത് അറിയാവുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് ഓഫ് മൈ ഹീബ്രു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഹീബ്രു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഈ വിഷയം നല്ലപോലെ പഠിച്ചിട്ടുള്ളതുകൊണ്ടും ഐ നോ ഇറ്റ്, എനിക്കതറിയാം. പക്ഷെ നമ്മുടെ ടൈം പോകുന്നതുകൊണ്ട് ഐ ബിലീവ് വി വിൽ discuss. Okay. So thank you once again. Thank you, sir. പ്രേക്ഷകർ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കുവാനുള്ള അവസരമുണ്ട്. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. Thank you once again, sir, for the detailed explanation. We will wind it up now. Thank you very much.